മനുഷ്യന് ജീവിക്കാൻ ഒരു രീതിയുണ്ട്. അമ്പിയാക്കൾ പോലും കൃഷി ചെയ്ത് ജീവിച്ചിരുന്നു. ആദം കർഷകനായിരുന്നു, ഇദ്രീസ് നെയ്ത്തുകാരനായിരുന്നു. സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം നെയ്ത്തുകാരനായിരുന്നു. സയ്യിദുനാ ദാവൂദ് അങ്കി നിർമ്മാണം നടത്തുന്ന ആളായിരുന്നു. മേലങ്കി നിർമ്മിക്കുന്ന ആളായിരുന്നു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം കർഷകനായിരുന്നു. മരണം വരെ പുണ്യനബി കൃഷിക്കാരനായിരുന്നു. നിർമ്മാണ കാര്യത്തിൽ മനുഷ്യൻ ചിന്തിക്കണം. അവന്റെ പണം നിർമ്മാണ കാര്യത്തിൽ അവൻ ചെലവഴിക്കുകയും വേണം. നിർമ്മാണം നടക്കണം നാട്ടിൽ. അതിന് കഷ്ടപ്പെടണം, അധ്വാനിക്കണം. അധ്വാനം തന്നെയാണ് അവന് നേടാണ്. ഇനി അധ്വാനിച്ച ഒരാൾക്ക് കിട്ടാനില്ലെങ്കിൽ അവന് വേറുള്ളവരെ സഹായിക്കണം. അതിന് പിന്നിൽ പോകാൻ പാടില്ല. ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം നിങ്ങൾക്ക് വളരെയേറെ വെറുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യത്തിൽ: 1 ഖീലഖാല പറയുക, 2 മറ്റൊരാളുടെ ധനം അനർഹമായിട്ട് ആഗ്രഹിക്കുക, മറ്റയാൾ ധനം തനിക്ക് കിട്ടാൻ വേണ്ടി അനർഹമായിട്ടുള്ള വഴി ഉണ്ടാക്കുക. ഇത് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിങ്ങളെ മേൽ വളരെ വെറുത്തിട്ടുള്ള കാര്യമാണിതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിന്തിക്കാം, മറ്റൊരാളുടെ ധനം തനിക്ക് കിട്ടാനുള്ള ആ കൊടിയും കളിയും നടത്തുക, അതിന്റെ സ്വപ്നത്തിന്റെ പിന്നാലെ പോവുക. സ്വപ്നജീവികളാ, ഞാൻ പറയുകയല്ല, എല്ലാവരും അതിന്റെ പിന്നാലെയാണ്. അത് മദ്യാസക്തി പോലെയായി മാറിയിട്ടുണ്ട്. മദ്യത്തെ പോലെ അങ്ങനെ ആയിപ്പോയി ജനങ്ങളിൽ. മദ്യാസക്തി പോലെ ഇതിന്റെ താല്പര്യം മദ്യാസക്തി പോലെ വന്നു എന്നാണ് പറഞ്ഞത്. വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിക്കെതിരെയും ലോട്ടറി പ്രലോഭനങ്ങൾക്കെതിരെ അടിമപ്പെടുന്നതിനെതിരെയും പ്രചാരണവും ബോധവൽക്കരണവും വേണം എന്ന് സ്വാതന്ത്ര്യദിന സന്ദേശമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. സിക്കിം ഭൂട്ടാൻ ലോട്ടറിയുടെ പേരിൽ നടക്കുന്ന ചൂതാട്ടത്തിൽ കേരളത്തിന്റെ വാർഷിക പദ്ധതിയേക്കാൾ വലിയ തുക സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. 1. രണ്ടാമത്, വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിക്കെതിരെയും ലോട്ടറി പ്രലോഭനത്തിന് അടിമപ്പെടുന്നതിനെതിരെയും പ്രചാരണവും ബോധവൽക്കരണവും വേണം. മുഖ്യമന്ത്രിയുടെ ഈ പ്രാവശ്യ സ്വാതന്ത്ര്യ ദിന പ്രഖ്യാപനമാണിത്. കാരണമില്ല, ഒരു കഥയുണ്ട്, നടന്ന ഒരു കഥയാണ്, ഒരു നാടൻ കഥയുണ്ട്. പാടത്ത് പണിക്ക് പോകും ഭാര്യ. പാടത്തിങ്ങനെ ഞാറ് പറിക്കാനും കൊയ്യാനും ഒക്കെ പോകും ഭാര്യ. ഭർത്താവ് പീടികയിൽ കൊലയിലിരിക്കും, ഒരു പണിയെടുക്കില്ല. അങ്ങനെ ഇയാൾ പീടികക്കൊലയിലിരിക്കുമ്പോ ഇങ്ങനെ പറയുന്നത് കേട്ടു, പിന്നെ കടൽ വെള്ളം കുറുക്കിയാല് ഉപ്പാക്കി മാറ്റിയാല് അതുകൊണ്ട് ലാഭമുണ്ട്, നല്ല ലാഭം കിട്ടും, നല്ല കച്ചവടമുള്ള സാധനമാണ് ഉപ്പ് ആവശ്യമുള്ള സാധനം. ഏത് കാര്യത്തിലും ഉപ്പില്ല വേണ്ടാത്തത്. കച്ചവടം ഉണ്ടാകും. ഒരു കാര്യം ആരം അടുത്ത് പോയിട്ട് തൊഴിൽ ചെയ്തിട്ട് ആരെ മുഖവും കാണണ്ട, സ്വന്തമായി ഒരു തൊഴില് നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ഇതിങ്ങനെ പേടികഴിഞ്ഞപ്പോ ആരോ ഉപ്പുണ്ടാക്കുന്ന കാര്യം ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നത് ഇയാൾ കേട്ടു. അങ്ങനെ വൈകുന്നേരം ഭാര്യ പണി കഴിഞ്ഞെത്തിയപ്പോൾ പറഞ്ഞു, നീ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്ക് എന്ന് പറഞ്ഞു. വലിയ ഒരു 3-4 പാത്രങ്ങൾ കഴുകുക. അത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എനിക്ക് നാളെ കടൽ വെള്ളം കൊണ്ടുവരാൻ പോകണം. എന്തിനാ നിങ്ങൾക്ക് കടൽ വെള്ളം എന്ന് വെച്ചു. മയ്യത്തൊളിപ്പിക്കാൻ കടൽ വെള്ളം വേണമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ മരിച്ചിട്ടൊന്നുമില്ലല്ലോ, എന്തിനാ കടൽ വെള്ളം എന്ന് വെച്ചു. അപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് പിന്നെ നാളെ മുതൽ ഞാൻ ഉപ്പുണ്ടാക്കുകയാണ്, ഞാൻ ഒരു പണിയില്ലാതെ നടക്കാന്ന്, കുറെ കാലമായി എന്നെ അങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ സ്വയം തൊഴിലുണ്ടാക്കാൻ ഞാൻ ഉപ്പുണ്ടാക്കുകയാണ്, ഞാൻ ഉപ്പുണ്ടാക്കാൻ പോവാണ്, അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. നമ്മളിപ്പോ ഉപ്പുണ്ടാക്കല്. അങ്ങനെ അങ്ങോട്ട് വർത്താനമായി. ഏതായാലും പിന്നെ അവസാനം പിന്നെ പറഞ്ഞു, ആയിക്കോട്ടെ ഞാന് പിന്നെ പാത്രം കഴുകി വൃത്തിയാക്കി തരാത്തോണ്ട് നിങ്ങളെ പണി മുടങ്ങണ്ട, ഞാൻ പാത്രം കഴുകി തരാമെന്നാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഏറ്റപ്പോ പിന്നെ കുഞ്ഞാമിനെ പറഞ്ഞ ഈ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞ്, പാത്രമൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി തരാം, ഉപ്പ് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്റെ ആവശ്യത്തിലുള്ള ഉപ്പ് ഞാൻ വരും എന്ന് പറഞ്ഞു.
അതിൽ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. അതിൽ ഇയാൾ പറഞ്ഞ് കച്ചവടം ഒരു രൂപത്തിലായി മനുഷ്യന്മാരിന്ന് പച്ച പിടിക്കാതെ നാട്ടിലാകെ കടം കൊടുക്കാനുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ ബേജാറായി നിൽക്കുന്ന നേരത്താണല്ലോ ഞാൻ എൻ്റെ ഉപ്പ് വരല് തോന്നിയാസം കാണിക്കാന്നുണ്ട് ഒന്നാട് കൊടുത്തു. തന്നെ കുഞ്ഞാമിൻതാദാനയുടെ ചുണ്ട് പൊട്ടിയത് ഭാഗ്യം, ഒന്നും നടന്നിട്ടില്ല നാട്ടിൽ. ഇതാണ് ലോട്ടറിയുടെ ഒരു ഉദാഹരണം. അതന്നെയാ. അതായത് എന്റെ ഉണ്ടായത് കുഞ്ഞാമിത്താതൊക്കെ അടി കിട്ടി ചുണ്ടും പൊട്ടി, അല്ലാതെ എന്റെ ഉണ്ടായാലും ഒന്നും ഉണ്ടായിട്ടില്ല. ഉപ്പിന് പോയോ? ഉപ്പുണ്ടാക്കും. കടൽ വെള്ളം കൊണ്ടുവന്നോ? ഇല്ല. വെള്ളം കുറുക്കിയോ? ഇല്ല. ഉപ്പ് ഉണ്ടാക്കിയോ? ഇല്ല. കച്ചവടം തുടങ്ങിയോ? ഇല്ല. ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്റെ ഉണ്ടായത് കച്ചവടം നിങ്ങൾ ചെയ്താലും എനിക്കാവശ്യമുള്ള ഉപ്പ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞോടുകൂടെ അടി കൊടുത്തു. ഇത് തന്നെ അവസാനം ചുണ്ട് പൊട്ടിയത് മിച്ചം. ഇത് ബാക്കിയായി. എന്നതാണ് സത്യത്തിൽ നമ്മളെ ഇന്നത്തെ ഈ സ്വപ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാനം. അതൊരു തരം അങ്ങനെയാണ് ഉറങ്ങുന്നവന്റെ സ്വപ്ന. ദുനിയാവിന്റെ മോഹങ്ങൾ ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാണെന്ന് മഹാനായ സയ്യിദ്നാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന ഒരാളെ സ്വപ്നം പോലെയാണ്. തന്നെ ഞാൻ എങ്ങനെ വലിയതാകും, വലിയ നേതാവാകും, വലിയ ആളാവും, വലിയ പണക്കാരാവും എന്നിങ്ങനെ ചിന്തിക്കാം. മുത്തു ലോട്ടറി എടുത്ത കഥ പറഞ്ഞതുപോലെ ഒന്നും ആവില്ല, ഒന്നും ആയിട്ടില്ല. ആരായത്? അതൊക്കെ വിഡ്ഢിത്തത്തിന്റെ സ്വപ്നം പേറുന്ന കഥകൾ മാത്രമായി. എത്ര ആളുകൾ ലോട്ടറി അടിച്ചതിന്റെ ശേഷം പരാജയപ്പെട്ട എത്ര ആളുകൾ, എത്ര ലോട്ടറി കൊണ്ട് പാളീസായി പോയ എത്ര ആളുകൾ, ലോട്ടറി അടിച്ചതിന് ശേഷം ദരിദ്രരായി മാറിയ എത്ര ആളുകൾ. അപ്പൊ ഇത് കേവലം കൃത്യമായ ഒരു സ്വപ്നം മാത്രമാണ്, ഇതൊന്നുമില്ല. അടിച്ചാൽ തന്നെ 30%, പിന്നെ 30% ടാക്സ് ആണ്. പിന്നെ ബാക്കി കിട്ടുന്നത് കൊണ്ട് അയാള് വെറുതെ കിട്ടുന്ന പണമല്ലേ. പിന്നെ അയാൾ ബാക്കിയുള്ളത് കൂടെ കരുതി കൂട്ടിയിട്ട് സ്വപ്നം വെച്ചിട്ട് അയാൾ ചെയ്യും. അവസാനം ഏറ്റവും വലിയ ദരിദ്രനാവും. കാരണം ഇതുകൊണ്ട് അയാൾക്ക് അവകാശപ്പെടാത്തതാ. അതൊരിക്കലും അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്യുകയില്ല. അവനവന്റെ ഹക്കിലല്ലാതെ റബ്ബ് ബറക്കത്ത് ചെയ്യുകയില്ല. അന്യന്റെ ധനം എടുക്കുന്ന പലിശ അല്ലാഹു തആല നശിപ്പിച്ചു കളയും. അതൊക്കെ റബ്ബിന്റെ നാശം. റബ്ബ് അതിന്റെ പിന്നിൽ നാശത്തിന്റെ കൈവെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ ആ ഭ്രമം, വളരെ വലിയതായ ആ ഭ്രമം, അത് മനുഷ്യനെ ഒരു തരം സ്വപ്നത്തിന്റെ സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. മനുഷ്യനവിടെ സ്വപ്നജീവിയായി മാറുകയാ. പൂർണ്ണമായി അവൻ ഉണ്ടാവുന്നത് സ്വപ്നമാണ്. അവൻ അതിന്റെ ആളായി തീരുകയാണ്. ആർക്കും സമ്മാനം അടിച്ചില്ല. വ്യക്തമായി പറയുന്ന ഭാഗങ്ങളുണ്ട്. കേരളത്തിൽ വിറ്റഴിക്കുന്ന 4 അന്യസംസ്ഥാന ലോട്ടറികളാണ് ദിനം പ്രതി നറുക്കെടുക്കുന്നത്. ഇവിടെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? കേന്ദ്ര നിയമത്തിൽപ്പെട്ടതാണ് ഒരു ലോട്ടറി, ഒരു സംസ്ഥാന ലോട്ടറി ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നറുക്കെടുക്കാൻ പാടുള്ളൂ. ഇത് നിയമം. എന്നാൽ ദിവസേന എന്തുകൊണ്ട് സർക്കാർ ചെയ്യാൻ കഴിയില്ല? എന്തുകൊണ്ട്? നിയമം നടപ്പില. ഇപ്പോൾ നീ പുതിയ നിയമം ഉണ്ടാക്കുന്ന പോട്ടെ, നിലവിലുള്ള നിയമം നടപ്പിലാക്കിയോ? പുതിയ നിയമം നടപ്പിലാക്കുന്ന കാര്യം പോകട്ടെ, നിലവിലുള്ള നിയമമുണ്ട്. ഒരു സംസ്ഥാന ലോട്ടറി ഒരാഴ്ചയിൽ ഒരിക്കലേ അതിന്റെ നറുക്കെടുക്കാൻ പാടുള്ളൂ. ദിവസേന നറുക്കെടുക്കുന്ന ലോട്ടറികൾ കേരളത്തിൽ, ദിവസേന നറുക്കെടുക്കുന്ന ലോട്ടറികൾ 15 മിനിറ്റിൽ നറുക്കെടുക്കുന്ന കാര്യം പറഞ്ഞു. നമ്മുടെ മൂക്കിന്റെ മുന്നിൽ അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം 15 മിനിറ്റിൽ ഒരു നറുക്കെടുപ്പ്. രാവിലെ 9 മുതൽ രാത്രി വൈകുന്നേരം 6 വരെ 15 മിനിറ്റിൽ നറുക്കെടുപ്പ്. പിന്നെയോ ഇവിടെയുള്ള ഈ ലോട്ടറികളുടെയൊക്കെ തന്നെ ആഴ്ചയിൽ നറുക്കെടുപ്പ്. പൂർണ്ണമായി നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് കൈവക്കാൻ കഴിയുന്നില്ല? അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരം ചില തമ്പുരാക്കന്മാർക്ക് നമ്മുടെ ഭരണാധികാരികൾ വഴിപ്പെട്ടു പോയി.